നമസ്കാരം. ടീച്ചർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഷൈജു കുര്യൻ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. നാല് ചുറ്റിനും വെള്ളമുണ്ട്. ഇപ്പൊ എന്റെ സാറിന്റെ ആയിക്കോട്ടെ, നമ്മുടെ വീടിന്റെ നാല് ചുറ്റിനും വെള്ളമുണ്ട്. പക്ഷേ കുടിക്കാനായി വെള്ളം വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് സാറൊന്ന് ചിന്തിച്ചു നോക്കി. ഞാന് കുട്ടനാട്ട് പ്രദേശത്ത് ജീവിക്കുന്ന സഹോദരങ്ങളുടെയും ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും കാര്യമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നി. കുട്ടനാടിനെ കുറിച്ചല്ലേ സംസാരിക്കാൻ വരുന്നത്? ശരിയാണ്, നാല് സൈഡും വെള്ളത്താലാണ്. വീടിന്റെ ഏത് സൈഡ് നോക്കിയാലും വെള്ളം, പക്ഷെ കുടിക്കാൻ മാത്രം വെള്ളമില്ല. നമ്മുടെ നാട്ടിൽ ജലത്തിന്റെ ലഭ്യത വളരെയധികം ഉണ്ട്. നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പല സമയത്തും കുടിവെള്ള ലഭ്യത വളരെ കുറവ്. നമ്മുടെ ജലസംഭരണികളിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ജലസംഭരണികളിൽ തെക്കലും അതുപോലെ തന്നെ മണൽ പടിഞ്ഞ് നമ്മുടെ ജലസംഭരണികളിൽ പോലും ഏകദേശം 30% വേസ്റ്റ് ആയി പോവുകയാണ്. ഏകദേശം 70% മാത്രം ജലസംഭരണം മാത്രമേ നടക്കുള്ളൂ. നമ്മൾ ഈ 70% എന്ന് പറയുമ്പോൾ പോലും അവിടെയുള്ള വിഷയം ഡാമിന്റെ താഴോട്ട് പോകുന്നതനുസരിച്ച് വിസ്തൃതി കൂടുകയാണ്. ആ വിസ്തൃതി കൂടിയ ഏരിയയിലാണ് ഈ മണൽ കിടക്കുന്നത്. എന്നിട്ട് ശരിക്കും 70 കൂടുതൽ നമുക്ക് സംഭരിക്കാനുള്ള ശേഷി, 70 കൂടുതൽ സംഭരണ ശേഷി കുറഞ്ഞാണ് നമുക്ക് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ ജലാശയങ്ങളിലുണ്ട്. സാറേ, ഇപ്പോഴത്തെ ഒരു സത്യം എന്താണെന്ന് അറിയോ? ഈ സർക്കാർ അങ്ങനെ തുറന്നു പറയില്ല എങ്കിൽ പോലും സർക്കാരിന്റെ അവസ്ഥ നമുക്കറിയാം. നമ്മൾ സാധാരണ ജനങ്ങളല്ലേ, നമ്മൾ മീഡിയകൾ കാണുന്നുണ്ട്, ദൃശ്യമാധ്യമങ്ങളെല്ലാം കാണുന്നുണ്ട്. സർക്കാരിന്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, സർക്കാരിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ കാര്യമാണ്. സർക്കാരിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് സാമ്പത്തികമായിട്ട്. ഈ ഡാമുകളിലൊക്കെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മണല് ഈ വാരിയൽ സംഭരണശേഷി കൂടുമെന്ന് സാർ പറഞ്ഞു, ജലസംഭരണശേശി കൂടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സർക്കാരിന് ഫണ്ട് വരുമല്ലോ സാർ ഈ മണൽ വാരി കൊടുത്തു കഴിഞ്ഞാൽ? തീർച്ചയായും നമ്മുടെ സർക്കാരിന്റെ നല്ലൊരു ശതമാനം പ്രോബ്ലവും ഈ മണൽ വാരിയാൽ തന്നെ തീരും. ഈ മണലിനുള്ള ഗുണമെന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ മണലാണ്. ഇതിന്റെ ഒരു ആർട്ടിഫിഷ്യൽ മണലിന് ഒരിക്കലും ഇതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടാകത്തില്ല. നമ്മുടെ പല പുതിയ ബിൽഡിങ്ങുകളിലും അതിന്റെ ചോർച്ചയും അതുപോലെ തന്നെ വ്യക്തികളിലൊന്നും ഇങ്ങനത്തെ പല പ്രോബ്ലത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ ഈ നാച്ചുറൽ മണലിന്റെ പകരം ആർട്ടിഫിഷ്യൽ മണൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാറപ്പൊടി യൂസ് ചെയ്യുന്നു കൂടുതലായിട്ടുണ്ടാകുന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ ഒരു വീടിനെ എഞ്ചിനീയർ കൊടുക്കുന്ന ഒരു കാലാവധി എന്ന് പറയാൻ 30 വർഷം 40 വർഷം ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി അറിയില്ല, എങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞൊരു വീടിന് 15 വർഷം പോലും ഒരു വീടിന്റെ തേപ്പോ അങ്ങനെയുള്ള ഇതൊന്നും ഒരു വീട് പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ള വിരിച്ചിലാണ്. ഒരു വീട് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, വീട് പണിത് കഴിഞ്ഞാൽ വിരിച്ചിൽ വരും. അപ്പൊ അതിന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നെറ്റ് മേടിച്ചടിക്കുക. തേക്കുന്നതിന് മുമ്പ്, ഈ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ നെറ്റ് മേടിച്ചടിക്കുക. അതൊക്കെ വീട്ടുകാർക്കൊക്കെ, അതുപോലെ ബിൽഡിംഗ് പണിയുന്ന സാധാരണ വീട് പണിയുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ സാറേ? തീർച്ചയായും. നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ മണൽ വാരി കഴിഞ്ഞാൽ സർക്കാരിന് ലാഭമുണ്ട്. സർക്കാരിന് ആ മണൽ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാമ്പത്തികത്തിന് നല്ല രീതിയിൽ ഒരു സുരക്ഷിതമായ ഒരു നിലയിലേക്ക് വരാൻ സാധിക്കും. അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ ലാസ്റ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി സമ്പത്ത് നശിപ്പിക്കുന്നത്. ഇപ്പൊ പാറമടകളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പലവിധ സൈഡ് എഫക്ട്സ് ഉണ്ട് ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിച്ചില്, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതിന്റെയൊക്കെ ഇതിന്റെ പുറകിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഇങ്ങനത്തെ പല ഈ പാറമടകളും അതുപോലുള്ള നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ കൃത്യമായി തന്നെ ഇതിനെ കറക്റ്റായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സംവിധാനങ്ങളും എല്ലാം കൃത്യമായി യൂസ് ചെയ്ത് ഈ ജലസംഭരണികളിലെ മണൽ വാരി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ രക്ഷപ്പെടും, നമ്മുടെ നാട് രക്ഷപ്പെടും, നമ്മുടെ ജലസംഭരണ ശേഷി വർദ്ധിക്കും. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമ്മളുടെ 4 വശവും വെള്ളമുള്ളവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം പോലും പരിഹരിക്കപ്പെടാൻ സാധിക്കും. അതുപോലെ എല്ലാ നാട്ടിലും വെള്ളത്തിന്റെ സംഭരണശേഷി കൂടും, നമ്മുടെ കിണറുകളിലെ വെള്ളത്തിന്റെ അളവ് കൂടും. കാരണം നമ്മുടെ സംഭരണികളിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ളിടത്തേക്ക് എല്ലാം ഭൂമിക്കടിയിൽ കൂടി തന്നെ ആണെങ്കിലും വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ ജലത്തിന്റെ സംഭരണശേഷി എല്ലാം കൂടിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് സർക്കാരും നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഒന്നായി നിന്നുകൊണ്ട് ഇതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.